രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. നേരത്തെ SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നാലെ ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് SFI ഡിവൈഎഫ്ഐ സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറല്ല. പ്രവർത്തകർ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ബാരിക്കേഡ് പിടിച്ചു വലിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകുന്നത്. SFI നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും സംഘർഷവും ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഇപ്പോൾ ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുകയാണ്. അതിനു നേരെയും ജലപീരങ്കി പ്രയോഗിക്കുന്നു. അധികാര ദുർവിനിയോഗമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് VK സനോജ് നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ. പോലീസ് നേരത്തെ തന്നെ പ്രതിഷേധ പ്രകടനവുമായി രാജ്ഭവനിൽ മുന്നിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഡിവൈഎഫ്ഐയും SFIയും അറിയിച്ചിരുന്നു. പിന്നാലെ വലിയൊരു പോലീസ് വിന്യാസത്തെ തന്നെ പോലീസിനെ തന്നെ വിന്യസിച്ചിരുന്ന ഒരു പോലീസ് സംഘത്തെ തന്നെ ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. സെനറ്റ് ഹാളിലെ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു VC. അതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ രംഗത്തെത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ഇതിനെതിരെ രജിസ്ട്രാർക്കൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുമെന്ന് പറയുന്നത്. ആ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു പ്രവർത്തകൻ ചാടി കടന്നിട്ടുണ്ട്. AK സ്റ്റെഫിൻ ബാരിക്കേഡൊക്കെ തള്ളി മാറ്റി അതിന് മുകളിലൂടെ ചാടി പ്രവർത്തകർ അകത്തേക്ക് കടന്നിട്ടുണ്ട്. പോലീസുമായി നേരിയ തള്ളിന്റെ ഇതിലേക്ക് ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങൾ നൽകൂ. രാത്രി വൈകിയും തലസ്ഥാന നഗരം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് വേദിയാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അല്പം മുമ്പ് ഇവിടെ SFIയുടെ മാർച്ച് നടത്തിയിരുന്നു. അതും വലിയ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോയി. കാരണം ബാരിക്കേഡ് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുകയാണ് ഉണ്ടായത്. ഒട്ടേറെ പ്രവർത്തകർക്ക് ജില്ലാ സെക്രട്ടറി നന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ മാർച്ചിൽ പരിക്കേറ്റിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇങ്ങോട്ട് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഈ ബാരിക്കേഡിന് രണ്ടു വശത്തുമായി ഇപ്പോൾ പ്രവർത്തകരുണ്ട്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കുറച്ച് പ്രവർത്തകർ അകത്തേക്ക് പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഏതായാലും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഭാഗത്ത് നിന്ന് ഈ രാത്രിയിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെയും ഇത്തരത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് SFIയുടെ ഭാഗത്തു നിന്നും വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഒരു തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് ജലപീരങ്കി വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ട് ഭാഗത്തും പ്രവർത്തകരുണ്ട്. സാധാരണ രീതിയിൽ കുറച്ചു സമയം ജലപീരങ്കി പ്രയോഗിച്ച ശേഷം അത് നിർത്തുകയാണ് പതിവെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ ബാരിക്കേഡൊക്കെ മറികടന്ന് അകത്തേക്ക് ചാടിയിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇത്രയധികം പ്രതിഷേധം ഉയർന്നിരുന്നില്ല. ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതോടുകൂടിയാണ് വലിയ രീതിയിൽ തെരുവിലേക്ക് ഈ കാര്യങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഈ ഭാരതാംബ വിഷയം വീണ്ടും തെരുവിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പ്രവർത്തകർ പിന്നോട്ടില്ല, മുന്നോട്ടെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ്. വലിയ ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സംസ്ഥാന തലസ്ഥാനം. ഇപ്പോൾ വൈകുന്നേരം മുതൽ ഈ കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആദ്യം SFI പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രാജ്ഭവൻ മുന്നിലേക്ക് എത്തിയത്. പിന്നാലെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവർത്തകരിൽ ചിലർ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അകത്തേക്ക് ചാടി കടന്നിട്ടുണ്ട്. അവരെ പുറത്തേക്ക് തന്നെ ആക്കാനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ്. ഒരു പ്രതിഷേധ ഭൂമിയായി രാജ്ഭവന്റെ അങ്കണം, രാജ്ഭവന്റെ മുൻവശം മാറുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് കടക്കാൻ വീണ്ടും ബാരിക്കേഡ് മുകളിൽ കയറി അകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സ്റ്റെഫിൻ, കേൾക്കാമോ?
ഏതായാലും സംഘർഷത്തിന് ഇപ്പോഴും ഒരു അയവ് വന്നിട്ടില്ല. അതായത് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറം പോയ പ്രവർത്തകർ വീണ്ടും മുന്നോട്ട് രാജ്ഭവന്റെ ഭാഗത്തേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ തടഞ്ഞു നിർത്തുക എന്നൊരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ രാത്രിയിലും ഏതാണ്ട് 100ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ഒരു മാർച്ച് അത് കൈകാര്യം ചെയ്യാനെ സംബന്ധിച്ച്. കാരണം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് പോലും പ്രവർത്തകർ തിരിച്ചു പോകാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ഒരുപാട് പ്രവർത്തകർ അകത്ത് ഈ ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് ആ ജലപീരങ്കി വാഹനം കിടക്കുന്ന ആ ഭാഗത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതിന് സമാനമായ കാഴ്ചകളാണ് കാണുന്നത്. കാരണം ഈ ഭാരതാംബയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ തെരുവിലേക്ക് എസ്എഫ്ഐയും അതോടൊപ്പം തന്നെ ABP തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയെ വഴിയിൽ തടയുന്ന അല്ലെങ്കിൽ കരിമുടി കാണിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് വേണം ഇപ്പോൾ ഏതായാലും കരുതാൻ. കാരണം ഈ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നു ഉടൻ തന്നെ അത്തരത്തിൽ ഒരു പ്രതികരണം മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ SFIയുടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ അതിനെ തെരുവിലേക്ക് രാത്രി വൈകിയും സംഘർഷ ഭൂമിയായി രാജ്ഭവൻ മാറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഏതായാലും ഇനി നാളെയും ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവജന സംഘടന എല്ലാം തന്നെ തീരുമാനം. ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട തരത്തിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ രാജ്ഭവന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം LDFന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതെന്നാൽ ഇത്രയും രാത്രിയിലൊന്നും തന്നെ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് ഈ തീരുമാനം എടുത്തതോടുകൂടിയാണ്, സസ്പെൻഷൻ തീരുമാനം വന്നതോടുകൂടിയാണ് രാത്രിയും ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ ഇരുമ്പുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസിന് ഇപ്പോഴും തന്നെ കഴിഞ്ഞിട്ടില്ല. പോലീസും ഈ പ്രവർത്തകർ തമ്മിലുള്ള ആ ഒരു സംഘർഷം അത് തുടരുക തന്നെയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറം പോയ പ്രവർത്തകരെ സമവായത്തിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് വലിയ ഒരു സംഘർഷരഹിതമായ കാര്യങ്ങൾ നീങ്ങുകയാണ്. സമയം ഇപ്പോൾ രാത്രി 9:30 മണിയാവുകയാണ്. ഇപ്പോഴും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഡിവൈഎഫ്ഐ പിന്തിരിഞ്ഞു പോകാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അവർ മുന്നോട്ട് തന്നെയാണ്. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം VC മോഹൻ കുന്നുമലിനെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ തന്റെ രാഷ്ട്രീയം അത് കളിക്കുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്.